ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഒരു വെയ്റ്റ് ലോസ് എഡിഷൻ പാർട്ട് 1. അത് ഞാൻ പാർട്ട് 1 എന്ന് മെൻഷൻ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം എൻ്റെ ഒരു വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി കേട്ടോ. അപ്പം ഒരു മാസം കൊണ്ട് എൻ്റെ ഏകദേശം 4 കിലോ കുറഞ്ഞു എന്ന് പറയാം. 4 കിലോ കുറഞ്ഞു, ഒരു മാസം കഴിഞ്ഞു കേട്ടോ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാം എന്നൊന്നും അറിയില്ല, എന്നാലും ഞാനൊരു ധൈര്യത്തിലങ്ങ് പോവുകയാണ്. എൻ്റെ കാര്യം ഞാൻ ആദ്യമേ ഒന്ന് പറയാണ്. ഞാനിത് കുറേ നാളായി ശ്രമിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് വിഗറസ് ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരം ഒരു പ്രത്യേക തരം ശരീരമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമേ ഇതൊന്ന് മെൻഷൻ ചെയ്തോട്ടെ. ഞാൻ ആദ്യം മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നത് ചിയാ സീഡ് രാത്രിയിൽ സോക്ക് ചെയ്തിടും. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് രാത്രിയിൽ സോക്ക് ചെയ്തിടും. എന്നിട്ട് രാവിലെ അത് 1 നാരങ്ങ പിഴിഞ്ഞതിൽ കുടിക്കും. വേറെ തേനൊന്നും ചേർക്കത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ അത് രാവിലെ കുടിക്കും. അത് രാവിലെ ഒന്ന് എഴുന്നേറ്റ് ചിയാ സീഡ് സോക്ക് ചെയ്യരുത്, തലേ ദിവസം രാത്രിയിൽ തന്നെ സോക്ക് ചെയ്യണം. അത് മിനിമം ഒരു 5-6 hours എങ്കിലും സോക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്നാൽ ആ ചിയാ സീഡ് അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചിയാ സീഡ് അപ്പം തന്നെ എടുത്ത് കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക്. ഇതിപ്പം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞത്. അപ്പം ഒരാഴ്ച ചെയ്യുന്ന കാര്യമാണിത് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒരു പയറുകറി ഉണ്ടാക്കുകയാണ്. ഇനി പയറുകറിയുടെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ സെയിം പയറുകറി ഞാൻ പല വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ പയറുകറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. മില്ലറ്റ് പുട്ടും പയറുകറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്പിയിലോട്ട് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഞാൻ തന്നെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ശരീരമാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടും. വിഗറസ് എക്സസൈസ്, എനിക്ക് ഡാൻസ് ഒത്തിരി പ്രോഗ്രാംസ് വരുമ്പോൾ, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒക്കെ എൻ്റെ വെയിറ്റ് കൂടും. എനിക്കതുകൊണ്ട് ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ തൽക്കാലം ഡാൻസൊക്കെ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തായിരുന്നല്ലോ, എനിക്ക് മുട്ട് നല്ല വേദനയായിട്ട് എനിക്ക് ആ കാശി യാത്രയും പിന്നെ എൻ്റെ സൂഫി ഒരു ഡാൻസ് പ്രോഗ്രാമും അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസ് അധികം ചെയ്തിട്ട് മുട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ടിനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു ചെറിയ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് റെസ്റ്റിലാണ്. അപ്പോൾ ഡോക്ടേഴ്സ് 1-2 മാസത്തേക്ക് ഡാൻസ് ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിർബന്ധിത റെസ്റ്റിലോട്ട് കടന്നിരിക്കുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് പറ്റിയ സമയമാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ സമയത്ത് അങ്ങ് ഡയറ്റ് ചെയ്താൽ അതിൻ്റെ കൂടെ അങ്ങ് നടന്നു പോകും. കാരണം എനിക്ക് ഹെവി വർക്കൗട്ടും ഡാൻസും ഒക്കെ ചെയ്യുമ്പം ഇൻഫ്ലമേഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ വെയിറ്റ് എപ്പോഴും കൂടും. അത് എനിക്ക് നീര് വെക്കുന്നതായിരിക്കാം, അതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഈ മുട്ടിനും ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് എൻ്റെ ശരീരം എപ്പോഴും നീര് വെക്കും. എനിക്ക് തന്നെ ഫീൽ ചെയ്യും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഫേസും എല്ലായിടത്തും നമുക്കൊരു ബ്ലോട്ടഡ് ഫീലിംഗ് വരത്തില്ലേ, അതെനിക്ക് തന്നെ ഫീൽ ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ മനസ്സിലാക്കിയതാണ്, 1-2 ഡയറ്റീഷ്യൻ, ഞാൻ ഒരുപാട് ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് പല സമയങ്ങളിലായി ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാനൊരു ശ്രമവും നടത്തിയിട്ടുള്ളതാണ്. അതൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളതുമാണ് കേട്ടോ. പല ഡയറ്റീഷ്യന്മാരുടെ അടുത്തും ന്യൂട്രീഷ്യന്മാരുടെ അടുത്തും ഒക്കെ പല സമയങ്ങളിൽ പോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയിട്ടും എൻ്റെ വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു ഡയറ്റീഷ്യന്മാരുടെ അടുത്തും പോകുന്നില്ല. ഞാൻ തന്നെ ഓൺ ശ്രമത്തിൽ അങ്ങ് മുന്നോട്ട് പോകണം. കാരണം ഞാൻ ഒരുപാട് പൈസ മുടക്കി അങ്ങനെ പോയിട്ടും എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ട് മില്ലറ്റ് പുട്ടും പയറുകറിയും. ഈ മില്ലറ്റ് പുട്ടെന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു അരഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യം ഇട്ട ചിരട്ടപ്പുട്ട് മുരളിയേട്ടനായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നത് ആ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു അരഭാഗം. തേങ്ങ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ആ ഒരു അര ചിരട്ടപ്പുട്ട്, പിന്നെ ഒരു 2 തവി പയറുകറി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എല്ലാ ദിവസവും ഇതൊന്നും അല്ല കഴിക്കുന്നത്, ആഴ്ചയിലൊരു 2-3 ദിവസം. ഇതിപ്പോൾ ഞാൻ പയറുകറി ഉണ്ടാക്കിയാൽ എനിക്ക് എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ മടിയാണെന്നറിയാമല്ലോ, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം എല്ലാ ദിവസമൊന്നും കുക്ക് ചെയ്യില്ല. ഞാൻ ഈ പയറുകറി ഉണ്ടാക്കി വെച്ചാൽ ഒരു 2 ദിവസം കഴിക്കും. പിന്നെ പുട്ട് ഇതേപോലെ നനച്ച് വെച്ചാൽ ഇതും ഒരു 2 ദിവസം ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ 2 ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത്. പുട്ട് നനച്ച് വെക്കും, പയറുകറി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത ലഞ്ച് ഞാനിതൊരു 2 ദിവസത്തേക്ക് പുലാവ് ഉണ്ടാക്കി വെക്കുകയാണ്. പുലാവും എല്ലാ ദിവസവും പുലാവൊന്നും അല്ല, ചില ദിവസം ചോറും കൂട്ടാനും ഒക്കെ തന്നെയാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ പുലാവ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പാർട്ട് 1 എന്ന് മെൻഷൻ ചെയ്യാൻ കാരണം. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഫ്ലോ പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ഫുഡിൻ്റെ കാര്യം പറയുമ്പം. അതേപോലെ
വെയിറ്റ് കുറയ്ക്കാൻ പല പല ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് പോയി. അത് ചിലപ്പോൾ ഒരു 1-2 കിലോ ഒക്കെ അപ്പോൾ കുറയുന്നുള്ളൂ. എന്നിട്ട് ഞാൻ പരാജയപ്പെടുന്നു. അപ്പം അവർക്കും ചിലപ്പോൾ അതിൻ്റെ റീസൺസ് സ്ട്രെസ്സ് കാരണമായിരിക്കും. എനിക്ക് ഫിസിക്കൽ സ്ട്രെസ്സ് വന്നാലും വെയിറ്റ് കൂടും, മെൻ്റൽ സ്ട്രെസ്സ് വന്നാലും വെയിറ്റ് കൂടും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ അങ്ങനെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി പല പല റീസൺസ് ഉണ്ട് നമുക്ക് വെയിറ്റ് സ്റ്റക്കാവാനും വെയിറ്റ് കൂടാനും കുറയാതിരിക്കാനും ഒക്കെ പല പല റീസൺസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും അവരവരുടെ ബോഡിയെ അവരവർ തന്നെ മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. അപ്പം എൻ്റെ വെയിറ്റ് അങ്ങനെ പല പല റീസൺസ് കൊണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിസ്റ്റക്ടമി കഴിഞ്ഞ ഒരാളാണ്. അതൊരു മെയിൻ റീസണായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ഓവറീസ് ഒന്ന് റിമൂവ് ചെയ്തതല്ല, അതുകൊണ്ടൊരു മെയിൻ റീസൺ അല്ല. ഞാൻ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, അങ്ങനെ ഹോർമോൺസ് എല്ലാം നോർമലാണ്. പിന്നെ വൈറ്റമിൻ ഡി എല്ലാ ബ്ലഡ് ഫങ്ഷൻസും ചെക്ക് ചെയ്തു. അതൊക്കെ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് അതെല്ലാം ചെക്ക് ചെയ്തു ഈയിടെ തന്നെ. അപ്പം അങ്ങനെ വലിയ തൈറോയ്ഡ് അതൊക്കെ നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുലാവിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞേക്കാം, കാരണം അത് അധികം ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. റൈസ് മസാലയെല്ലാമായിട്ട് വേവിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി ഒന്ന് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടൊന്ന് അരയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് ഒരു റോ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് ഇത്രയും വെജിറ്റബിൾസ് 1 ടീസ്പൂൺ നെയ്യിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. അതൊന്ന് 10 മിനിറ്റ് കുക്കായി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചില്ലേ ഒരു 5-6 കപ്പലണ്ടി ഒന്ന് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത്, പിന്നെ മല്ലിയില 2 ടേബിൾ സ്പൂൺ തൈര് ഇത്രയാണ് അരച്ചു വെച്ചത്. അതും കൂടെ ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്തായിരുന്നു കേട്ടോ, ഈ അരപ്പം കൂടെ ഇട്ട്. അപ്പം 5 മിനിറ്റും കൂടെ മൊത്തം 15 മിനിറ്റ്സ് വെജിറ്റബിൾസ് കുക്ക് ചെയ്തായിരുന്നു അരപ്പം കൂടെ ഇട്ട്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഈ വെജിറ്റബിൾസും കൂടെ വെന്ത റൈസിലോട്ട് ചേർത്തു. റൈസ് എന്ന് പറയുന്നത് ഹോൾ സ്പൈസസ് ഇട്ടാണ് വേവിച്ചത്. നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, പട്ടയില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും പെരിഞ്ചീരം എല്ലാം കൂടി ഇട്ട് ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടാണ് റൈസ് വേവിച്ചത്. പക്ഷെ കുറച്ച് റൈസ് കുഴഞ്ഞു പോയി കേട്ടോ. ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ മെഷർ ചെയ്യാതെ, സാധാരണ ഞാൻ 1 കപ്പൊക്കെ മെഷർ ചെയ്തെടുക്കും, ഇത് മെഷർ ചെയ്യാതെ ചുമ്മാ അങ്ങ് തട്ടി, അപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് റൈസ് കുറച്ച് കുഴഞ്ഞു പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർ ചെയ്ത് 1 കപ്പോ 1.5 കപ്പോ അങ്ങനെ കറക്റ്റായിട്ട് ഇട്ടും ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. കാരണം ആ അരപ്പ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ, നോർമൽ പുലാവിനേക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അപ്പം അത് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനൊരു 11 മണിയാകുമ്പം എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കും. ഇതിപ്പം പോംഗ്രനേറ്റ് ആണ്. ആപ്പിളൊക്കെ ആണെങ്കിൽ ഞാനൊരു ഹാഫ് ആപ്പിളേ കഴിക്കുകയുള്ളൂ, പേരയ്ക്കയാണെങ്കിൽ ഒരു ഹാഫ് പേരയ്ക്കേ കഴിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ലഞ്ച് ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ റൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇതിപ്പം പുലാവ് ആയതുകൊണ്ട് ഞാൻ 120 ഗ്രാം എടുത്തു. വെജിറ്റബിൾസ് എല്ലാം മിക്സ്ഡ് അല്ലേ. ചോറാണെങ്കിൽ ഒരു 80 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാംസ് ഒക്കെ എടുക്കുകയുള്ളൂ, കാരണം കൂട്ടാനും ഉണ്ടല്ലോ. പിന്നെ ചിക്കൻ, ഇതിപ്പം ഗ്രിൽഡ് ചിക്കൻ പുറത്തുനിന്നാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്ത്, എനിക്ക് എല്ലായ്പ്പോഴും ചിലപ്പോൾ ഉണ്ടാക്കും, എല്ലായ്പ്പോഴും എനിക്ക് ചിക്കൻ ഒന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല. കാരണം ഇപ്പം ഈ ഒരാഴ്ചയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളും വരുന്നില്ല. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് 11 o'clock ഒരു സെഷനുണ്ട്, ലൈഫ് കോച്ചിങ് സെഷൻസും എല്ലാ ദിവസവും എനിക്ക് സെഷനും ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ ചിക്കൻ കഴുകാനും എല്ലാത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളും വരുന്നില്ലെങ്കിൽ ഞാൻ ആകെ കുഴഞ്ഞു. അപ്പോൾ എല്ലാത്തിനും കൂടെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് നേരം നിൽക്കാനും പറ്റത്തില്ല, ഒരുപാട് നേരം നിന്നാൽ കാലിന് നീര് വരും. അങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള കഴിവൊന്നും അങ്ങനെ എനിക്ക് അത്രത്തോളം എഫിഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് ഇപ്പം ഈയിടെയായിട്ട് മാങ്ങയാണ്. ഇതിപ്പം മുരളിയുടെ വീട്ടിൽ നിന്ന് അവിടെ ഒത്തിരി മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ നിരത്തി ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചേക്കുന്നത്. മാങ്ങ എന്ന് പറയുന്നത് 100 ഗ്രാംസ് മാങ്ങ കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ എല്ലാവർക്കും ഈ മാങ്ങ വെയിറ്റ് ഗെയിനിങ് ആണ് എന്നൊരു ധാരണയുണ്ട്. മാങ്ങ മെഷർ ചെയ്ത് ഡെയിലി നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് മാമ്പഴം ആണെങ്കിലും 100 ഗ്രാംസ് മെഷർ ചെയ്താണ് ഞാൻ കഴിക്കുന്നത്. അപ്പം അതിപ്പം ഒരു മാസമായിട്ട് ഞാൻ ഈ മാമ്പഴം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. ആ ഒരു പ്രൂഫിലാണ് ഞാൻ ഈ പറയുന്നത്. ഞാനത് കറക്റ്റ് 100 ഗ്രാംസ്, അതാണ് ഞാൻ ഈ വെയിങ് സ്കെയിലിൽ കാണിച്ചത്. 100 ഗ്രാംസ് മെഷർ ചെയ്താണ് മാമ്പഴം എടുക്കുന്നത്. എനിക്ക് നല്ല തണുത്ത മാമ്പഴം, ഞാനൊരു എന്തെങ്കിലും ഒരു സ്വീറ്റ് എനിക്ക് ചോറുണ്ട് കഴിഞ്ഞ് വേണം. അത് എൻ്റെ ഒരു ക്രേവിങ് പോലെ, അത് ക്രേവിങ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ കഴിക്കുന്നതാണ്.
അതിനാണ് ഞാൻ ആ മാമ്പഴം, തണുത്ത മാമ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ടൈം കിട്ടുമ്പോൾ. എന്നിട്ട് 100 ഗ്രാംസ് മാമ്പഴം കഴിക്കും. പിന്നെ ഈവനിങ് ടൈം ഞാൻ ചായ, അതിൻ്റെ കൂടെ സ്നാക്കൊന്നുമില്ല, അത് ഒരു മധുരം ഇട്ട് ചായ തന്നെയാണ്. വളരെ കുറവ് പാലാണ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രാവിലത്തെ കാപ്പി ഞാൻ നിർത്തി. പാല് കുറച്ച് വെയിറ്റ് ഗെയിനിങ് ആണെന്ന് മനസ്സിലാക്കി. പിന്നെ മൈദ, വീറ്റ് ഒക്കെ കുറച്ച് വെയിറ്റ് ഗെയിനിങ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അത് മാക്സിമം കുറച്ചു. പക്ഷേ അരിയാഹാരം ഞാൻ പറഞ്ഞു അത് ഞാൻ കഴിക്കുന്നുണ്ട്. മൈദ, ഗോതമ്പ് കുറച്ചു, പാല് കുറച്ചു. അതുകൊണ്ട് രാവിലെ ഞാനിപ്പം കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എന്നല്ല, എപ്പോഴെങ്കിലും ഒരു 10 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു കട്ടൻ കാപ്പി. അത് ആക്ച്വലി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ കട്ടൻ കാപ്പി മധുരം ഇല്ലാതെ കേട്ടോ. മധുരവും മാക്സിമം വേറൊന്നും ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കുന്നില്ല. ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാനാണ്, എന്നുവെച്ചാൽ അത് വേറൊന്നും കഴിക്കാതിരിക്കാനാണ് ഈ മാമ്പഴം കഴിക്കുന്നത്. എനിക്ക് യൂഷ്വലി മധുരമുള്ളത് വലിയ ഇഷ്ടമാണ്. ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഈ മാമ്പഴം മാത്രമേ ഉള്ളൂ. 4 മണിക്കത്തെ ചായ, രാവിലത്തെ കാപ്പി സ്റ്റോപ്പ് ചെയ്ത്. ഇതൊക്കെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത കാര്യം. ഈവനിങ് സ്നാക്ക് ഒന്നുമില്ല. നേരത്തെ കപ്പലണ്ടി കഴിക്കുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഡിന്നറിന് ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കുക്കുംബർ, ക്യാരറ്റൊക്കെ കഴിക്കും. അത് സ്ക്രാമ്പിൾ ചെയ്യുന്നത് വളരെ കുറച്ചൊന്ന് ജസ്റ്റ് ഓയിൽ ബ്രഷ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും ബോയിൽഡ് എഗ്ഗാണ് കഴിക്കാവുന്നത്. പക്ഷെ എനിക്കങ്ങനെ വെറുതെ ബോയിൽഡ് എഗ്ഗ് ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് കഴിക്കും. ഇതിപ്പം 4 മുട്ട ഒരുമിച്ച് ഉണ്ടാക്കുന്നത് മുരളിയേട്ടനും എനിക്കും കൂടെയാണ്. മുരളിയേട്ടൻ ഇതിപ്പം ഏകദേശം 1 ഇയർ ആയിട്ട് ഇങ്ങനെ 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ടയാണ് കഴിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട ഒരുമിച്ച് ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ 2 സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഒരുമിച്ച് രാത്രിയിൽ കഴിക്കും കേട്ടോ. അപ്പം ഇതാണിപ്പം മിക്കപ്പോഴും കഴിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ചിക്കൻ കഴിക്കും രാത്രിയിൽ. ഞാൻ ആ ഫുള്ള് മുട്ട ചിലപ്പോൾ കഴിക്കത്തില്ല കണ്ടോ. കൂടുതലും മുരളിയേട്ടനും കുറച്ച് എനിക്കുമാണ് എടുത്തേക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പം 1 മന്തായിട്ട് തൽക്കാലം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാതെ കാര്യമായ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമോയെന്ന് എനിക്കിപ്പോൾ തൽക്കാലം അറിയത്തില്ല. പിന്നീട് ചിലപ്പോൾ ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങുമായിരിക്കും. സൈക്ലിങ്ങോ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ഫർദർ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.